പ്രിയനന്ന വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ദുൽഹത്തായ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നു. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രയത്നങ്ങളും സ്വയം ക്ഷമിക്കുമെന്നും അതിന് വഴങ്ങി, അതാണ് ഈ കഥയുടെ പേര്. ആരാണത്? നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഈ പരി പറത്തുന്ന കുതിരപ്പുറത്ത് പറന്നു വരുന്നത്? ഓഹോ, അത് മറ്റാരുമല്ല, ഖത്താബിന്റെ മകൻ ഉമറാണത്. ഒരേ ഗോൾ പടക്കളെത്തുക എന്നതുപോലെ ഗഡുകവും പൂരിപ്പിടിച്ച് പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമരെ ഈ കുതിച്ചോട്ടം? നഈമുബ്നു അബ്ദുള്ള ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ചു. സോറി, എടാ നഈം, എന്നെ വിടൂ. ഞാൻ ആ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാൻ കുലദൈവങ്ങളെ പയിച്ച ഖുറൈശികളെ ചേർന്നിരിച്ച ആ പ്രവാചകവാദിയെ ഇനി വെറുതെ വിടാൻ പറ്റില്ല. വിടൂ. ഞാനിതാ നിൽക്കുമരെ രണ്ടു വാക്കുകൾ പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമയോ, അവളുടെ ഭർത്താവ് മുഹമ്മദിന്റെ പുത്തൻ പ്രശ്നത്തിൽ കടന്നു കൂടിയിട്ടുണ്ടോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടേക്കട്ടെ ഈ യാത്ര രണ്ടിനെ അടിച്ചു ചതക്കണം. ഈർഷത കൊണ്ട് അടികൊടുക്കുന്ന ഉമർദാ ഞങ്ങൾ ഫാത്തിമയുടെ വാതിൽപ്പെടുക. തുറക്കടി വാതിൽ, തുറക്കാനാ പറയുന്നത്. ഉമറിനെ ഗംഭീര സാരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തിരുന്ന ദബ്ബാബുൽ അറഖ് എന്ന സ്വഹാബി മറുഭാഗത്ത് ഓടിയൊളിച്ചു. പ്രിയായ കൈകളായി ഫാത്തിമ ഖുർആനിന്റെ ഖുർആൻ മറിച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറക്കുകയാണ്. ഇരുമുഴക്കം പോലെ ഉമർ ചോദിക്കുകയാണ്, എന്താണടി മുഴക്കം? എന്താണത്? അത് എന്തുമല്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടും ആ മുഹമ്മദിന്റെ പുത്തൻ പ്രശ്നത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഉമർ തന്റെ അളിയൻ സഹീദിന്റെ മാർക്ക് പിടിച്ചെറിവ് കൊടുക്കുമ്പോൾ പെങ്ങൾ ഓടിച്ചെന്ന് കടന്നു വെക്കുകയാണ്. എന്റെ ഭർത്താവിനെ അടിക്കരുത്. പെങ്ങളെയും അടിച്ചു ചവിട്ടി പെങ്ങളെ ചുടിച്ചോറിൽ കുതിർന്നുകൊണ്ടതാ പറയുകയാണ്. അത് ഉമർ, ഞങ്ങൾ ഇന്ന് സത്യപ്രജ്ഞാനത്തിലാണ്. ഈ മതമാണ് സത്യമെങ്കിൽ നീ എന്ത് ചെയ്യും ഉമറെ? പെങ്ങളെ ചുടിച്ചോറിൽ കുതിർന്നു കൊണ്ടത് ഉമർ അല്പനേരം തളർന്നു പോയിരുന്നു. അയ്യേടുന്നു ഫാത്തിമ, ഞാനിന്ന് പാരായണം ചെയ്തിട്ട്. ഉമരെ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധിപ്പാവിച്ചു വന്ന ഉമർ എന്ന് തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്തപ്പോൾ അപ്പോൾ രണ്ട് നേരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ, എനിക്കൊന്ന് കാണണം. അങ്ങനെ ആ മഹാമജ്ലിസിലതാ ഉമർ ഓടിക്കിതിച്ചെത്തിയപ്പോൾ സഫ മരം പിടിച്ച ആ വീട്ടിലതാ അല്ലാഹുവിന്റെ റസൂൽ മഹാനരായ സിദ്ദീഖുൽ അക്ബറും ഹംസൽ ഖറാറും അയ്യമടങ്ങുന്ന ഏതാണ്ട് സഹാബക്കളും കൂടിയുണ്ട്. തന്റെ ഗഡുകവും പൂരിപ്പിടിച്ച് ഉമറിന്റെ വാതിലൂടെ ഇടയിലൂടെ കണ്ട സഹാബക്കൾ നബി തങ്ങൾക്ക് വിവരം അറിയിച്ചു. അപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു പറയുകയാണ്, ഉമർ കയറി വരട്ടെ. നല്ലതിനാണെങ്കിൽ അവന് നല്ലത്, അല്ല എങ്കിൽ